കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 8 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, ഇന്നലെ വീഡിയോ ഇടാതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, പനി പിടിച്ച് അവശനായിട്ടിരിക്കുവാണ്. ഇന്നലെ സത്യം പറഞ്ഞു ഉച്ച കഴിഞ്ഞ് വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നല്ല തലവേദനയായിരുന്നു, തല പൊങ്ങുന്നില്ലായിരുന്നു. സോ ഇന്നലെ വീഡിയോ ഇടാൻ സഹായിക്കാൻ കാര്യം അതാണ്. നമുക്ക് എന്തായാലും ഇനി മാക്സിമം തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാര്യം ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിന് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തേണ്ടതാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ നേരെ എന്തായാലും ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോകുവാണ്. അങ്ങനെ ഈ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് അവൾ മാത്രം കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. ആ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, ആർത്തർ, നമുക്കെന്തായാലും ഇവിടെയുള്ള സോൾജേഴ്സിന് നല്ലൊരു ഷോ തന്നെ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. സോ എന്നെ കുറച്ച് ഈസി ആയിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായി ആർത്തറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആർത്തറാട്ടെ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ്, നീ വെറും ഒരു ആവറേജ് ബോയ് അല്ലെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ആർത്തറിനെ അറ്റാക്ക് ചെയ്യും. ആർത്തറാട്ടെ അത് ഡോട്ട് ചെയ്യുന്നുണ്ട്. ഹേയ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാൻ വെറും ഒരു ആവറേജ് ബോയ് തന്നെയാണ്. താങ്കൾ വെറും ഒരു കുക്കാണെങ്കിൽ ഞാനൊരു ആവറേജ് ബോയ് തന്നെയാണ്. ഓ, അപ്പം നിനക്ക് ഒരു പോയിന്റ് ഉണ്ട്. നിനക്ക് ഇനിയും ഡൗട്ടാണെങ്കിൽ, ഇത്ര ക്യൂരിയസ് ആണെങ്കിൽ ഇവിടെയുള്ള സോൾജേഴ്സിൻ്റെ ഒക്കെ ചോദിച്ചു നോക്ക്, അവർ എന്നെക്കുറിച്ച് പറയുന്നതായിരിക്കും. അതിൽ പലരും എൻ്റെ സ്റ്റുഡൻസ് കൂടിയാണ്. സ്റ്റുഡൻസോ? അപ്പോൾ നീ ടീച്ചറായിരുന്നോ? എവിടെ, സൈറസിലാണോ? ഓ പ്ലീസ്, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഞാൻ വേണ ഒരു തീഗോളം ഭക്ഷിക്കാം. ഒരു സ്കൂളിൽ പോയി ടീച്ചറായിരിക്കുന്നത് അതത്ര നിസ്സാര കാര്യമല്ല. അത് കൊള്ളാം. ഞാനെന്തായാലും അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം നിനക്ക് അറിയാൻ സാധിക്കുമല്ലോ പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പാട്. പിന്നെ അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്തായാലും ഈ യുദ്ധം കഴിയാൻ നേരത്ത് എൽസിൻ്റെ കൂടെ തന്നെ ഞാൻ ലാൻസൽ അക്കാഡമി പഠിപ്പിച്ച കൊള്ളാമെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഓ, അതാ ലെജൻഡറി സ്കൂളല്ലേ, ആ എലൈറ്റ് ആളുള്ള സോൾജേഴ്സിന് വേണ്ടി. എന്തായാലും ചെറിയൊരു എക്സ്പെക്ടേഷനാണ്. ഈ യുദ്ധം കഴിയാൻ നേരത്ത് അവിടെ നല്ലൊരു ഡിമാൻഡ് കാണുമല്ലോ. ഈ സമയത്ത് തന്നെ ഇവരുടെ ഫൈറ്റ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും അതിനോടൊപ്പം തന്നെ അത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, താങ്കൾക്ക് ഇത്രയധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള വിന്നറിനെ ചലഞ്ച് ചെയ്താൽ പോരെ, മിണ്ടാതിരിക്കടാ. ആലക്കരുടെ ഈ യുദ്ധം കാരണം അത്യാവശ്യം സ്റ്റുഡൻസിനെങ്കിലും ലാൻസറിലേക്ക് എത്തിക്കാണുമല്ലോ. പിന്നെ താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അതൊരു മറ്റൊരു കഥയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് കൂടാൻ നേരത്ത് ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പോൾ തൽക്കാലത്തേക്ക് നീ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് ഒന്ന് നിർത്തിക്കൂടെ ആർത്തർ? നമ്മളാണെങ്കിൽ പരസ്പരം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. സോ ഏതൊരു മാജിക്കും അജൂമിനേറ്റർ ആ ഒരു ലെവലിന് അപ്പുറം കൊണ്ടുവരുന്നത് ഒരു ഡ്യുവലിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ലേ? ഓ, അപ്പം നീ ശരിക്കും യങ് സൈഡിലാണല്ലേ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം, അതൊക്കെ മാറ്റിവെക്കേണ്ട സമയമായിരിക്കുന്നു. ഇത് ക്ലാസ് റൂം ഒന്നുമല്ലല്ലോ, നമ്മൾ സോൾജേഴ്സും അല്ലേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ പവർ അങ്ങോട്ട് അൺലീഷ് ചെയ്യുന്നുണ്ട്. അതൊട്ടും നിസ്സാരമല്ലായിരുന്നു. അവിടെയുള്ള പല സോൾജേഴ്സും അത് കണ്ട് ഞെട്ടിത്തെറിച്ചുപോയി. അത്രത്തോളം പ്രഷറാണ് അവിടെ ഉണ്ടായത്. ഇതുപോലെ ക്ലാസ്സിൽ വെച്ച് അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന്. പക്ഷേ എന്തായാലും എൻ്റെ 40% മാനം മതിയാകുമെന്ന് കരുതുന്നു പറഞ്ഞിട്ട് ആർത്തറും തൻ്റെ പവർ അങ്ങോട്ട് അൺലീഷ് ചെയ്ത് അവളുടെ പവർ തന്നെ അങ്ങോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ടാലൻറ്റ്. ഞാൻ നോക്കിക്കണ്ട ടാലൻറ്റ് അതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകത്ത്, ഇത്രത്തോളം ടാലൻ്റ് ഉണ്ടായിട്ടും നീ എന്തിനാണ് സൈറസ് അക്കാഡമിയിലേക്ക് പോയതാണ്, അതും ഈ സോഡ്സുമായിട്ടെന്ന് പറഞ്ഞിട്ട് അവൾ നിര ചാടി ആർ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യാം, ഞാൻ മേർലി ഈ സോഴ്സ് മാനേജ് ചെയ്യുന്നു മാത്രം. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഈ മാജിക്കിനെ പറ്റിയായിരുന്നു. ഓ, അപ്പോൾ അങ്ങനെ പറഞ്ഞതാ. എന്നിട്ട് വീണ്ടും ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും കട്ടക്കാണ് പിടിച്ച് നിൽക്കുന്നത് തന്നെ. ഈ സമയത്ത് തന്നെ തന്നെ ഒരു കാര്യം മനസ്സിലായി, അവരൊരു സീസൺ വാരിയറാണെന്ന്. അത് മാത്രമല്ല, ഇത് കണ്ടിട്ടിരിക്കുന്ന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഓർത്തില്ല മാഡം ആസ്ട്രിയ ഇത്രത്തോളം പവർഫുള്ളും ഇത്രത്തോളം കേപ്പബിളും ആയിരിക്കുമെന്ന്. ശരിയാണ്, അല്ല ഞാൻ കണ്ടിട്ടുണ്ട് മാഡം ആസ്ട്രിയ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് തൻ്റെ ജീവന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ നീ തന്നെ നോക്കി, അവൻ വളരെ സിമ്പിളായിട്ട് തന്നെ ബയർലി അവൻ്റെ മാജിക്കും എനർജി യൂസ് ചെയ്തുകൊണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ അവൾ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അവളുടെ മൂവ്സ് കുറച്ച് കാൽക്കുലേറ്ററാണ്. എന്തായാലും ഒരു ലഞ്ചായിരിക്കും അവൾ ഫോർവേഡിൽ നിന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ നേരെ സൈഡിലേക്ക് വരും. ആ സമയത്ത് അത് ആർത്തറിന് മനസ്സിലായി, അല്ല അതൊരു ഫെയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആർത്തർ തൻ്റെ സോഡ് കൊണ്ട് അവളുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് ആർത്തറിൻ്റെ പവർ അവൻ്റെ സോഡിന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സോഡ് അവളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ബ്രേക്ക് ആയി പോകുകയും, അയ്യോ എന്നോട് ക്ഷമിക്കേ ചീഫ് ആസ്ട്രിയ, ഇതെൻ്റെ തോൽവിയാണ്. എന്ത്
തോൽവിയോ? ഇല്ല, ഇതൊരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിൻ്റെ സോഡിൻ്റെ ക്വാളിറ്റി കാരണമല്ലേ. ആ ടൈമിൽ ആർത്തർ ഒന്നും മിണ്ടാതെ ആ സോഡ് മേടിച്ചതിൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പറയുകയും ചെയ്യും, എന്നോട് ക്ഷമിക്ക്, ഞാനെന്തായാലും പുതിയൊരു സോഡ് നിനക്ക് മേടിച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഈ സമയത്ത് എല്ലാവരും ആർത്തറിൻ്റെ ചുറ്റിനും കൂടി അവനെ എന്തോ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ക്ലാപ്പിംഗ് സൗണ്ട് കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കാൻ നേരത്ത് അത് നമ്മുടെ ഗ്ലോറി ആയിരുന്നു. പുള്ളിക്കാരി പറയുകയും ചെയ്യും, നല്ലൊരു ഫൈറ്റ് തന്നെയാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. എന്തായാലും ഷോർട്ട് ടൈം ഓവറായിട്ടുണ്ട്, നൈറ്റ് ആയിട്ടില്ലേ, പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തേക്ക്, അതിൻ്റെ ഒരു ഓർഡറാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ അകത്തേക്ക് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ക്യാമ്പ് ഫയറും പാട്ടും ബൂസും എല്ലാമായിട്ട് അവർ അടിച്ചു പൊളിക്കുന്നതാണ്. ഉള്ള കാര്യം പറയാലോ, ഞാൻ ഒരിക്കലും ഓർത്തില്ല അദ്ദേഹം ഇത്ര അടിപൊളിയായിട്ട് അനങ്ങുമെന്ന്. ശരിയാണ്, പുള്ളിക്കാരി പല ലെസൺസ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ മാനൊക്കെ ഇത്രയും, പിന്നെ അതൊക്കെ ചുമ്മാതാ. അവളുടെ അറ്റാക്ക് മിക്കത് സ്ലോപ്പി ആയിരുന്നു. അത് മാത്രമല്ല ആ സ്ലോപ്പി സിങ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ആ സ്ട്രേറ്റ് ഫൈറ്റ് ചെയ്ത് നോക്ക്. എന്തേ? അല്ല, ആ സ്ട്രേറ്റ് വേണ്ട, നീ ആ പയ്യനായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്ക്. എന്നാലും ഇപ്പോൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല, നമുക്ക് അവളെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എടാ നായ മിണ്ടായി ചുമ്മാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് വലിച്ച് അവിടെയുള്ള ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ നമ്മൾ മറ്റാൾ വന്നിട്ട് പറയുകയും ചെയ്യും, അടുത്തത് ആർത്തറിനെ ഞാനാണ് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മതി, നീ ഓൾറെഡി നന്നായിട്ട് കുടിച്ച് ചത്തിരിക്കുവാണ്. പിന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ജയിക്കത്തുള്ളൂ. നീ തന്നെ ജയിക്കത്തുള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ കാണിക്കുന്നത് ഇതെല്ലാം ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആർത്തറിനെയാണ്. ആ ഒരു സ്പാർ നീ ശരിക്കും എൻജോയ് ചെയ്തല്ലേ എന്ന് സിൽവി ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ശരിക്കും റെയറായിട്ടല്ലേ ഒരു വേർത്തിയായുള്ള ഒപ്പോണിനെയൊക്കെ നമുക്ക് കാണുന്നത്. എന്തായാലും ചലഞ്ചസ് ഒക്കെ ഇനി നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഈ നോർമൽ സോൾജേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതായിരുന്നു. ഈ സെലിബ്രേഷനൊക്കെ ഞാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നോർമലി നിനക്കൊട്ടും പറ്റാത്തൊരു കാര്യമാണ് നോർമലി. നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങളിലേക്ക് കടന്നു പോയതല്ലേ, സോ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കാം. അത് മാത്രമല്ല ആ ഫൈറ്റും അത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. തൽക്കാലം ഇത്രയൊക്കെ കേട്ടില്ലേ, എനിക്ക് ആ ലെഗ് തന്നൂടെ, അല്ലെങ്കിൽ നീ കഴിക്കാൻ വേണ്ടിയിരിക്കുവാണ് ആർത്തർ. തരാം. എന്താ ഇതെല്ലാം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് സിൽവിനെ അവനിട്ട് കൊതിപ്പിച്ചിട്ട് സിൽവിക്ക് അത് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആസ്ട്രോ വന്നിട്ട് ചോദിക്കുകയും ചെയ്യും, അല്ല ഞാൻ അടിച്ചു പറ്റായിട്ടാണോ? നീ ജാക്കറ്റിനല്ലേ ഫീഡ് ചെയ്യുന്നത്? അത് ഫീഡ് ചെയ്തൊന്നുമല്ല, ഞാൻ ജാക്കറ്റിൽ വെച്ചതാ, പിന്നെ എങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെയാണല്ലേ. എന്തായാലും ആ ഒരു സ്പാർ ഉണ്ടല്ലോ അത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അവർ ചേഴ്സൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും സയർസിലേക്ക് വരുന്നുണ്ട് നിന്നെ ഒന്ന് കാണാനായിട്ട്. അവിടെ എന്തായാലും അത്യാവശ്യം ക്രെഡിറ്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ടീച്ചേഴ്സ് എന്നെ നന്നായിട്ട് ഹെൽപ്പും ചെയ്തിരുന്നു. ടീച്ചേഴ്സ്. ഈ സമയത്ത് തന്നെ ദൂരത്ത് നിന്ന് ഒരുത്തൻ ഓടി വരുന്നുണ്ടായിരുന്നു. ജനറൽ. പെട്ടെന്ന് ആർത്തർ ഞെട്ടി. എന്നിട്ട് തുറച്ചു നോക്കാൻ നേരത്ത് സാർ, ക്യാപ്റ്റൻ ഔഡിയർ എന്തായാലും ഇവിടേക്ക് അറിയിച്ചിട്ടുണ്ട്, ഗ്ലോറി അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ നീ വിട്ടോ, ഞാനെന്തായാലും അവിടേക്ക് വന്നേക്കാം. ഈ സമയത്ത് ആസ്ട്രിയ വളരെയധികം ഇതോടെ ആർത്തറിനെ നോക്കുന്നുണ്ട്. അവൻ എന്താ പറഞ്ഞത്? അവൻ നിന്നെ ജനറൽ എന്നല്ല വിളിച്ചത്. അതെൻ്റെ സ്റ്റോറിയാണ്. സ്റ്റോറിയോ? അത് വൺ ഹെൽ ഓഫ് എ സ്റ്റോറി ആയിട്ടാണല്ലോ തോന്നുന്നത്. അത് ശരിയാണ്. ഒരു കാര്യം ചെയ്യ്, അടുത്ത വർഷം കൂടെ നിർത്ത്, ഞാൻ എൻ്റെ കഥ നിന്നോട് പറയുന്നതായിരിക്കും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഗൈസ്, കൂടുതൽ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കറണ്ട് കണ്ടീഷൻ ഭയങ്കര ശോകമാണ്, ഞാൻ നല്ല ടയേർഡാണ്, അതുകൊണ്ടാണ്. സോ അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ വരുന്നുണ്ട്. അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.